ഹായ് മൈ ഫ്രണ്ട്സ്, ഐ എം അഡ്വക്കേറ്റ് അമീർ ഷാ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിവിധ തരം എംപ്ലോയി സൈക്കോളജികളെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു ഒറ്റ ടൈപ്പ് ആളുകളെ കുറിച്ച് മാത്രമാണ്. ധാരാളം സൈക്കോളജി ടൈപ്പ്, അതായത് പിന്നെ സ്ട്രക്ചേഴ്സ് ഉള്ള എംപ്ലോയീസ് നമുക്കുണ്ടാവാം. അതിൽ നിന്നും ഓരോ ടൈപ്പ് ആളുകളെ നമുക്ക് എങ്ങനെ വ്യത്യസ്തമായി കണ്ടെത്താം എന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു വീഡിയോയിൽ തന്നെ ധാരാളം കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ ആക്ച്വൽ ഐഡൻറ്റിറ്റി ലഭിക്കില്ല. അതുകൊണ്ട് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഒരേ ഒരു ടൈപ്പ് ആളുകളെ കുറിച്ച് മാത്രമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇമ്പാക്റ്റ് മൈൻഡ് സെറ്റ് ഉള്ള എംപ്ലോയീസ് എങ്ങനെയാണ് ഒരു കമ്പനിയിൽ പ്രവർത്തിക്കുന്നത്, അവർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അവരെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്താണ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്താണെന്ന് തനിക്ക് ബോധ്യമാകുന്ന തരത്തിലും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ബോധ്യമാക്കുന്ന തരത്തിലും പ്രകടിപ്പിക്കുകയും കാഴ്ചവെക്കുകയും ചെയ്യുന്ന തരം വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ ഇമ്പാക്റ്റ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. സോ അത്തരം ആളുകളെ നിങ്ങൾക്ക് ഒരു എംപ്ലോയി ആയി ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് ഗുണം നിങ്ങളുടെ സ്ഥാപനത്തിൽ ഉണ്ടാവും എന്നതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇമ്പാക്റ്റ് മൈൻഡ് സെറ്റുള്ള ആളുകളാണ് എങ്കിൽ അവർ കാണിക്കുന്ന ആദ്യത്തെ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്, ഞാൻ എന്ന വ്യക്തി എന്നിൽ എന്ത് ഉണ്ട് എന്ന് ഒരു മടിയും കൂടാതെ തൻ്റെ സ്ഥാപനങ്ങളിലെ എല്ലാ ആളുകളെയും കാണും വിധം, മനസ്സിലാവും വിധം അവർക്ക് തെളിയിച്ചു കൊടുക്കുന്ന ഒരു ഓപ്പൺ വ്യക്തിത്വമായിരിക്കും ഈ ഇമ്പാക്റ്റ് മൈൻഡ് സെറ്റുള്ള ആളുകൾ എന്ന് പറയുന്നത്. ഇത്തരം ആളുകളെ കൊണ്ടുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ, അവർ നമ്മുടെ ഓഫീസിൽ ഉള്ള സമയത്ത് നമുക്ക് വളരെ എനർജി ഫീൽ ചെയ്യുകയും അവർ വളരെ സത്യസന്ധരും അതുപോലെ തന്നെ വളരെ ക്രിയേറ്റീവായി ചിന്തിക്കുന്ന ആളുകളും വളരെ പ്രൊആക്റ്റീവായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളും വളരെ അനുസരണമുള്ള ആളുകളും അതുപോലെ തന്നെ അവർ ആ ഓഫീസിൽ ഉണ്ട് എങ്കിൽ മറ്റാരും ഇല്ലെങ്കിൽ പോലും ആ ഓഫീസ് മുന്നോട്ട് പോകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. പല ഓഫീസുകളും നമ്മൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം, അത്തരം ഓഫീസുകളിൽ ഒന്നുകിൽ ഒരു ഫിമെയിൽ എംപ്ലോയി അല്ലെങ്കിൽ ഒരു മെയിൽ എംപ്ലോയി ഇത്തരം ഇമ്പാക്റ്റ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ ഉണ്ടാവും. ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന എംപ്ലോയേഴ്സ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ജോലിക്ക് എടുത്തിട്ടുള്ള ആളുകളിൽ നിന്നും ഓരോ ആളുകളെ നിങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ ആർക്കാണ് ഇമ്പാക്റ്റ് മൈൻഡ് സെറ്റ് ഉള്ളത് എന്ന് ആദ്യം കണ്ടെത്തുക. അത്തരം ആളുകളെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഉണ്ട് എങ്കിൽ അവർ ഭാവിയിൽ നിങ്ങൾക്കൊരു അസറ്റ് ആവുമെന്നതിൽ ഒരു സംശയമില്ല. കാരണം പലപ്പോഴും ഇമ്പാക്റ്റ് മൈൻഡ് സെറ്റിലെ ആളുകൾ എന്ന് പറയുന്നത് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിലും അതുപോലെ ഓരോ ക്രയവിക്രയങ്ങൾ, കമ്പനിയുടെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായും വളരെ കണിശമായും കൃത്യതയോടു കൂടി ചെയ്യുകയും അതാത് സമയങ്ങളിൽ തൻ്റെ മേലധികാരികൾക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്യുന്ന നല്ല വ്യക്തിത്വങ്ങളായിരിക്കും ഇത്തരം ആളുകൾ എന്നുള്ളതാണ് ഒരു ഗുണം. ഞാൻ പല സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോഴും അവിടുത്തെ ആളുകളെല്ലാം നോക്കും. അവിടെ നിന്നും വളരെ റെയറായിട്ടാണ് എനിക്ക് പലപ്പോഴും ഇമ്പാക്റ്റ് മൈൻഡ് സെറ്റുള്ള എംപ്ലോയീസിനെ കാണാറ്. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഫർണിച്ചർ ഷോപ്പിൽ പോയപ്പോൾ അവിടെ എനിക്കൊരു വ്യക്തിയെ കാണാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് സൈക്കോളജി എന്ന് എനിക്ക് വളരെ ആകർഷകമായി തോന്നിയത്, അദ്ദേഹം എന്നെ എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും എൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് കൃത്യമായി അത് മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് വേണ്ട വസ്തുക്കൾ എന്താണ് അവിടെ ഉള്ളത് എന്ന് അദ്ദേഹം തിരഞ്ഞു കണ്ടുപിടിക്കുകയും ഇത് പറ്റുമോ എന്ന് എന്നെ ചോദിച്ച് മനസ്സിലാക്കുകയും എൻ്റെ ആവശ്യകതയും എൻ്റെ കോസ്റ്റ് എഫിഷ്യൻസിയും അദ്ദേഹം ചോദിച്ചറിഞ്ഞുകൊണ്ട് എന്താണോ എനിക്ക് വേണ്ടത് അതുമാത്രം സെലക്ട് ചെയ്തുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ, എനിക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ അതിൻ്റെ ഓരോ സ്ട്രക്ചേഴ്സും അതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എനിക്ക് അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹം ഒരു സെയിൽസ് ടെക്നിക്ക് എനിക്ക് കാണിച്ചു തരികയുണ്ടായി. അതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നമ്മളൊരു എംപ്ലോയി എന്ന് പറയുന്നത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല അതിൻ്റെ ഗുണം. ഉള്ള കാര്യങ്ങൾ കൃത്യമായും വൃത്തിയിലും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പല ആളുകളും നമ്മൾ ചെയ്യാറുണ്ട്, ഞാൻ അത്ര കാര്യം ചെയ്തില്ലേ, ഞാൻ ഇത്ര കാര്യം ചെയ്തില്ലേ എന്നെല്ലാം പല കമ്പനികളും അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹം നമ്മളോട് പറയാറുണ്ട്.
പക്ഷെ എനിക്ക് പറയേണ്ടത് ഇമ്പാക്റ്റ് മൈൻഡ് സെറ്റിലെ ആളുകൾ എന്ന് പറയുന്നത് പൊതുവിൽ അവർ വളരെ അച്ചടക്കശീലമുള്ള ആളുകളായിരിക്കും. അതുപോലെ കൃത്യമായി എന്താണോ നിങ്ങൾ അവരെ ഏൽപ്പിക്കുന്നത് ആ കാര്യങ്ങളെക്കുറിച്ച് 100% ബോധ്യമുള്ള ആളുകളും തന്നിൽ ഏൽപ്പിച്ച കർത്തവ്യം, ഉത്തരവാദിത്തം അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് 100% ബോധ്യം വരുന്ന തരത്തിൽ അത് കൃത്യമായി ചെയ്യുകയും ചെയ്ത് കാണിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ഇമ്പാക്റ്റ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളുടെ ഒരു ഗുണം. ഇമ്പാക്റ്റ് മൈൻഡ് സെറ്റിലെ ആള് അദ്ദേഹത്തിന് അറിയാം എനിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നും എൻ്റെ വ്യക്തിത്വം ഉണ്ട് എന്നും അത് എനിക്ക് ബോധ്യമാകുന്ന തരത്തിൽ അദ്ദേഹം സ്വയം പ്രകടിപ്പിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് അതിൻ്റെ ഉപകാരം കിട്ടുന്ന രൂപത്തിൽ അത് ഉപയോഗപ്പെടുത്തുകയും ഇങ്ങനെ പലതരത്തിലും അതിൻ്റെ ഇമ്പാക്റ്റ് തനിക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കിട്ടുന്ന രൂപത്തിൽ പ്രവർത്തിച്ച് കാണിക്കുന്ന, വിജയിപ്പിച്ച് കാണിക്കുന്ന, നമുക്കൊരു മാതൃകയായി കൊണ്ട് നടക്കുന്ന ആളുകളെയാണ് ഇമ്പാക്റ്റ് മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തിത്വങ്ങൾ എന്ന് പറയുന്നത്. സോ ഏതൊരു സ്ഥാപനത്തിനും നിങ്ങൾ ഓരോ എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുമ്പോഴും നിങ്ങൾ പരിഗണിക്കേണ്ട ഒരു ഗുണമാണ് ആ വ്യക്തിയിൽ ഇമ്പാക്റ്റ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിത്വം ഉണ്ടോ എന്ന്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അദ്ദേഹത്തിൽ കാണാൻ കഴിഞ്ഞുവെങ്കിൽ അത്തരം ആളുകൾക്കാണ് നമ്മൾ വീണ്ടും വീണ്ടും മാർക്കറ്റിംഗ് സംബന്ധമായ, സെയിൽസ് സംബന്ധമായ, മാനേജ്മെന്റ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും കൂടുതൽ കൂടുതൽ പഠിപ്പിച്ചു കൊടുക്കുകയും അവരിൽ നിന്നും കൂടുതൽ പ്രൊഡക്ടിവിറ്റി നമ്മൾ വാർത്തെടുക്കുകയും ചെയ്യേണ്ടത്. സോ അടുത്ത ദിവസം എംപ്ലോയീസ് മൈൻഡ് സെറ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയവുമായി ഞാൻ വരാം. കൂടുതൽ അറിയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് താഴെ നമ്പറിൽ വിളിക്കാം. താങ്ക് യു വെരി മച്ച്.